നമസ്കാരം. ആന്ധ്രാപ്രദേശിൽ വൈഎസ്ആർ കോൺഗ്രസ് എം.എൽ.എ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു. ആന്ധ്രാപ്രദേശിലെ ചിൻറ്റാലപ്പുടി നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള വൈഎസ്ആർ കോൺഗ്രസിൻ്റെ എം.എൽ.എ ആയ വി.ആർ. എലീസയാണ് പാർട്ടി വിട്ട് ഇന്ന് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത്. ആന്ധ്രയിലെ പി.സി.സി ഓഫീസിലെത്തിയ വി.ആർ. എലീസയെ ആന്ധ്ര പി.സി.സി അധ്യക്ഷ വൈ.എസ്. ശർമിള സ്വീകരിച്ചു. ആന്ധ്രയിലെ വൈഎസ്ആർ കോൺഗ്രസിൻ്റെ പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ജനകീയനായ പ്രമുഖ നേതാവാണ് വി.ആർ. എലീസ. വി.ആർ. എലീസ വലിയ ഭൂരിപക്ഷത്തോടെയാണ് ചിൻറ്റാലപ്പുടി നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ വരുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വി.ആർ. എലീസയുടെ കോൺഗ്രസ് പ്രവേശനം ഈ മണ്ഡലത്തിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം കാഴ്ചവെക്കാനാകും. വി.ആർ. എലീസയോടൊപ്പം ആയിരക്കണക്കിന് പ്രവർത്തകരും കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചു. കോൺഗ്രസിലേക്കെത്തിയ വി.ആർ. എലീസ വലിയ പ്രചോദനമാണെന്ന് ആന്ധ്രാപ്രദേശിലെ പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള നേതാവെന്ന നിലയ്ക്ക് കോൺഗ്രസിനും നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ വി.ആർ. എലീസ കോൺഗ്രസിലേക്കെത്തിയതിനാൽ വരും ദിവസങ്ങളിൽ ആന്ധ്രയിലെ പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള വൈഎസ്ആർ കോൺഗ്രസിൻ്റെ നിരവധി നേതാക്കൾ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് എത്തുമെന്ന് ആന്ധ്രാപ്രദേശിലെ പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. വി.ആർ. എലീസ എന്ന ശക്തനായ നേതാവിൻ്റെ അഭാവം വരുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജഗൻ മോഹൻ റെഡ്ഡിക്ക് തിരിച്ചടിയാകും. ജഗൻ മോഹൻ റെഡ്ഡിയുടെ ഏകാധിപത്യ നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് വി.ആർ. എലീസ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നത്. കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്ന വൈ.എസ്. ശർമിളയ്ക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം ആന്ധ്രാപ്രദേശിൽ കാഴ്ചവെക്കാൻ കഴിയുമെന്ന് കോൺഗ്രസിൽ ചേർന്ന വി.ആർ. എലീസ മാധ്യമങ്ങളോട് പറഞ്ഞു. വി.ആർ. എലീസയുടെ കോൺഗ്രസ് പ്രവേശനം ദേശീയ നേതൃത്വവും വലിയ പ്രതീക്ഷയിലാണ് കാണുന്നത്.